വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് സൗത്തിൽ വളരെ വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. UDF ഇക്കുറി പിടിച്ചെടുക്കുമെന്ന് UDF ഏറെ ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. ഇന്നത്തെ കൊട്ടിക്കലാശത്തിന്റെ ചിത്രം കോഴിക്കോട് എങ്ങനെയായിരിക്കും? പേരൂർക്കടയിൽ നിന്ന് തകർപ്പൻ പൂരമായിരിക്കുമെന്നാണ് TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് എന്താണ് അവസ്ഥ? VS Tuj, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, മലബാറിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആവേശ ചൂട് ഇന്നത്തെ കൊട്ടിക്കലാശത്തിൽ ഒട്ടും കുറയ്ക്കില്ല. ഞാൻ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് സൗത്തിലാണ്. കോഴിക്കോട് സൗത്തിൽ അപ്രതീക്ഷിതമായ ഒരു ത്രികോണ മത്സരം സംഭവിച്ചിരിക്കുന്നു. ആ ത്രികോണ മത്സരത്തിന്റെ ആവേശം കോഴിക്കോട് സൗത്തിലുണ്ട്. LDFും UDFും BJPയും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന ഒരു മണ്ഡലമായി കോഴിക്കോട് സൗത്ത് മാറിയിരിക്കുന്നു. സൗത്തിലെ സ്ഥാനാർത്ഥി T റനീഷ് അവസാനവട്ടം വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര വീട് കയറി? നമ്മളൊരു ദിവസം ഏകദേശം ഒരു 300 മുതൽ 400 വരെ വീടുകൾ നേരിട്ട് സ്ഥാനാർത്ഥി കയറും. പരമാവധി സ്ഥാനാർത്ഥി നേരിട്ട് ആളുകളെ കാണുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രധാനമായതാണ്. മറ്റു കുടുംബയോഗങ്ങളൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുമായി സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലത്തെ എൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് കാര്യമായി ഗൃഹസമ്പർക്കം തന്നെയാണ്. ഈ സ്പീഡ് കയറിയ പരമാവധി ഈ സ്പീഡിലാണ് നമ്മൾ പരമാവധി കയറുന്നത്. നമ്മൾ പരമാവധി ഒരു അത്രയും സ്പീഡിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. കൊട്ടിക്കലാശത്തിന്റെ ആവേശം എങ്ങനെയുണ്ട്? കൊട്ടിക്കലാശമൊക്കെ നല്ല അതിന്റെ ഗംഭീര എല്ലാ പ്രൗഢിയോട് കൂടി ആ കൊട്ടിക്കലാശം നടക്കും. ഈ ഇവിടെ മത്സരം ശരിക്കും പറഞ്ഞാൽ ത്രികോണ മത്സരത്തിലേക്ക് റനീഷ് വന്നോടുകൂടി എത്തിയെന്നാ പറയുന്നത്. അതെ, ത്രികോണ മത്സരം അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ അവസാന ലാപ്പിലെത്തുമ്പോൾ UDFും BJPയും തമ്മിലാണ് മത്സരം. LDFിന്റെ സ്ഥാനാർത്ഥിയെ കാണാൻ തന്നെ MLA 3ാം സ്ഥാനത്ത് പോയിന്നാണ് സിറ്റിംഗ് സ്ഥാനം. എനിക്ക് തോന്നുന്നത് LDF ആ സീറ്റ് കഴിഞ്ഞ് UDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചോന്ന് സംശയമുണ്ട്. പല സ്ഥലങ്ങളിലും LDFിന്റെ സ്ഥാനാർത്ഥിയെ കാണാൻ പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആത്മവിശ്വാസത്തിലാണ് 100%. അപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച് നേരത്തെ നമ്മൾ സർവേയിലൊക്കെ പറഞ്ഞ പോലെ റനീഷ് ഇവിടെ കോഴിക്കോട് സൗത്തിലെ 2 CPM വാർഡുകൾ പിടിച്ചെടുത്ത സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ റനീഷ് പറയുന്നത് വോട്ട് എണ്ണുമ്പോൾ സൗത്തിലെ MLA റനീഷ് ആയിരിക്കുന്നതാണ് അല്ലേ? 100% ഉറപ്പിച്ചോളൂ. ഇവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അവർ ആ മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ മാറ്റം BJPയുടെ വിജയമായിരിക്കും. ഇവിടെ മതം മറിഞ്ഞ് വോട്ട് ഭിന്നിപ്പിക്കാനുള്ള അവസാന ശ്രമമാണ് നടക്കുന്നത്. റനീഷിന്റെ മത്സരത്തിൽ അമിത്ഷായും നരേന്ദ്രമോദിയും കാവ്യൊന്നും ഇല്ലെന്ന് പറയുന്നത്. എന്താ ഞാൻ അതിനൊക്കെ മറുപടി പറയാം? എൻ്റെ ചിഹ്നം താമരയാണല്ലോ. ആ താമര ചിഹ്നം ഇന്നലെ UDFിന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു ആരോപണം ഞാൻ കേട്ടു. റനീഷ് BJPയുടേതായിട്ടുള്ള ഒരു സാധനം വെക്കുന്നില്ല എന്നൊക്കെ. ആകെ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ YouTube ചാനലൊന്ന് കേൾക്കുന്നത് നന്നാവും. അദ്ദേഹത്തിന് മുൻകാല പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം ഒന്ന് കേൾക്കുന്നുണ്ടാവും. അദ്ദേഹമാണ് എന്നോട് മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് പറയാൻ, ഞാൻ മതത്തെക്കുറിച്ച് എവിടെയും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മതം ചർച്ചയാക്കാൻ ശ്രമിക്കുന്ന UDF സ്ഥാനാർത്ഥിയോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ മുൻകാല പ്രസംഗങ്ങളൊന്നും എടുത്ത് കേൾക്കണം. ഞാൻ ഇവിടുത്തെ കോഴിക്കോട്ടുകാരനാണ്. ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. എന്നെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഞാൻ കഴിഞ്ഞ 5 വർഷം പുതിയ കൗൺസിലറായിരുന്നു. അവിടുത്തെ ജനങ്ങൾ തുടരുകയാണ്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 12 മിനിറ്റാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനൂപ് വെരി ഗുഡ് മോർണിംഗ്. വീടിലേലും കലണ്ടർ കൊടുക്കുമല്ലോ ചിലരെന്നൊക്കെ പറയുന്നു. ചിലർ പറയുന്നു ഇക്കവണ UDF അടിച്ച് വാരി വരും എന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത്. അസമിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ 3 വ്യാജ പാസ്പോർട്ടുകൾ കാണിച്ചു എന്നൊരു പ്രേക്ഷകൻ പറയുന്നത്. വെറും ഗ്യാരണ്ടി മാത്രം ഉറപ്പില്ല. മറ്റൊരു പ്രതികരണം വരുന്നു. വർഗീയതയ്ക്ക് സ്ഥാനമില്ല കേരളത്തിൽ എന്നൊരു മറ്റൊരു പ്രതികരണമുണ്ട്. ഒരുപാട് പ്രതികരണങ്ങൾ കാണുന്നു. അഹങ്കാരമൊന്നും വേണ്ടട്ട എന്ന് പറയുന്നുണ്ട്.